നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് 50 കോടി കളക്ഷൻ നേടിയെടുത്ത ഏത് സിനിമയാണ്? ഇതില് അന്യഭാഷ സിനിമകളും ഉൾപ്പെടുന്നുണ്ട് ഈ ലിസ്റ്റിൽ. എന്തായാലും മൊത്തം 21 സിനിമകളാണ് നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ 50 കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് 21ാമത്തെ സിനിമയിൽ തന്നെ ആരംഭിക്കാം. അതൊരു മലയാള സിനിമയാണ്. നമ്മുടെ നെസ്ലിൻ മമിത ബൈജു എന്നിവർ അഭിനയിച്ച പ്രേമലു എന്ന് പറഞ്ഞ സിനിമയാണ്. ഓൾമോസ്റ്റ് സിനിമ 30 ദിവസമാണ് വന്നത്. സിനിമയ്ക്ക് 50 കോടി ക്ലബിൽ ഇടം പിടിക്കാനായിട്ട് നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ മാത്രമായിട്ട്. മറ്റൊരു സിനിമ നമ്മുടെ RDX എന്ന് പറഞ്ഞ സിനിമയാണ്. നിഹാസ് ഹിദായത്തിന്റെ സംവിധാനത്തിൽ വന്ന നമ്മുടെ ഷെയ്ൻ നിഗം, സൊവിനോ എല്ലാം നമ്മുടെ ആന്നി പെബ് വർഗീസ്, അതുപോലെ തന്നെ നമ്മുടെ നീരജ് മാധവൻ എന്നിവർ അഭിനയിച്ച സിനിമയാണ് RDX എന്ന് പറഞ്ഞ സിനിമ. 24 ദിവസമാണ് സിനിമയ്ക്ക് വന്നത് 50 കോടി ക്ലബിൽ ഇടം പിടിക്കാനായിട്ട് നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ മാത്രമായിട്ട്. മറ്റൊരു സിനിമ നമ്മുടെ പുലിമുരുകൻ എന്ന് പറഞ്ഞ സിനിമയാണ്. 21 ദിവസമാണ് സിനിമയ്ക്ക് വേണ്ടി വന്നത് നമ്മുടെ 50 കോടി ക്ലബിൽ ഇടം പിടിക്കാനായിട്ട് നമ്മുടെ കേരള ബോക്സ് ഓഫീസില്. മറ്റൊരു സിനിമ ARM എന്ന് പറഞ്ഞ സിനിമയാണ്. അജയന്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞ സിനിമ. ഓൾമോസ്റ്റ് 19 ദിവസമാണ് സിനിമയ്ക്ക് വേണ്ടി വന്നത് നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ മാത്രം സിനിമയ്ക്ക് 50 കോടിയിലെ കളക്ഷൻ നേടിയെടുക്കാനായിട്ട്. മറ്റൊരു സിനിമ കാന്താര ചാപ്റ്റർ 1 എന്ന് പറഞ്ഞ സിനിമയാണ്. കാന്താര മാത്രമല്ല 2 സിനിമയാണ് ആ ലിസ്റ്റിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ആദ്യ സിനിമ കാന്താര ചാപ്റ്റർ 1 എന്ന് പറഞ്ഞ സിനിമയാണ്. ഓൾമോസ്റ്റ് 18 ദിവസമാണ് സിനിമയ്ക്ക് വേണ്ടി വന്നത് 50 കോടി ക്ലബിൽ ഇടം പിടിക്കാനായിട്ട്. മറ്റൊരു സിനിമ മഞ്ഞുവെയിൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയാണ്. സിനിമയ്ക്കും ഇതേപോലെ തന്നെ 18 ദിവസമാണ് വേണ്ടി വന്നത് 50 കോടിയിലോട്ട് കളക്ഷൻ നേടിയെടുക്കാനായിട്ട്. മറ്റൊരു സിനിമയും വീണ്ടും 2 സിനിമകൾ തന്നെയാണ്. ആട് 3 ആണ് ഒന്ന്. ആട് 3 സിനിമ ഓൾമോസ്റ്റ് 17 ദിവസമാണ് നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ മാത്രം 50 കോടി ക്ലബിൽ ഇടം പിടിക്കാനായിട്ട് കളക്ഷൻ നേടിയെടുത്തത്. മറ്റേ ഞാൻ പറഞ്ഞ സിനിമ 17 ദിവസം കൊണ്ട് ലൂസിഫർ എന്ന് പറഞ്ഞ ലാലട്ടൻ സിനിമയാണ്. സിനിമയ്ക്കും 17 ദിവസമാണ് വേണ്ടി വന്നത് നമ്മുടെ കേരളത്തിൽ മാത്രം 50 കോടിയിൽ കളക്ഷൻ എടുക്കാനായിട്ട്. മറ്റൊരു സിനിമ തമിഴിൽ നിന്നാണ്. ജയിലർ എന്ന സിനിമയാണ്. നമ്മുടെ രജനികാന്ത് അഭിനയിച്ച നെൽസൺ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ജയിലർ. 16 ദിവസമാണ് സിനിമയ്ക്ക് വേണ്ടി വന്നത് നമ്മുടെ 50 കോടി ക്ലബിൽ ഇടം പിടിക്കാനായിട്ട് കളക്ഷൻ ആയിട്ട്. മറ്റൊരു സിനിമ ബാഹുബലി എന്ന സിനിമയുടെ 2ാം ഭാഗമാണ്. ബാഹുബലി 2 15 ദിവസമാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി വന്നത് നമ്മുടെ കേരളത്തിൽ മാത്രമായിട്ട് 50 കോടി ക്ലബിൽ ഇടം പിടിക്കാനായിട്ട്. ബാഹുബലി 2 മാത്രമല്ല 15 ദിവസം കൊണ്ട് മറ്റൊരു മലയാള സിനിമയുണ്ട്. അവിടെ നമ്മുടെ ആവേശം എന്ന് പറഞ്ഞ ഫഹദ് ഫാസിൽ സിനിമ, രംഗണ്ണൻ സിനിമ. ഓൾമോസ്റ്റ് 15 ദിവസമാണ് ആവേശം എന്ന സിനിമയ്ക്കും വന്നത്. 15 ദിവസം കൊണ്ട് 50 കോടി ക്ലബിൽ കളക്ഷൻ കാണാൻ സാധിച്ചത്. ഇനി നമ്മൾ ആഴ്ചയിലോട്ട് പോവുകയാണ്. 2 ആഴ്ച 3 ആഴ്ച കണക്കൊക്കെ കഴിഞ്ഞ് ഇനി 2 ആഴ്ച കണക്കിലോട്ട് വരികയാണ്. അതിൽ ആദ്യ സിനിമയാണ് 13 ദിവസം കൊണ്ട് 2018 എന്ന സിനിമ നമ്മുടെ 50 കോടി ക്ലബിൽ ഇടം പിടിച്ചത് കേരള ബോക്സ് ഓഫീസിൽ മാത്രമായിട്ട്. അടുത്ത സിനിമ നമ്മുടെ ആട് ജീവിതം അല്ലെങ്കിൽ ഗോട്ട് ലൈഫ് എന്ന് പറഞ്ഞ സിനിമയാണ്. സിനിമ കറക്റ്റ് 2 ആഴ്ച കൊണ്ടാണ് അല്ലെങ്കിൽ 12 ദിവസം കൊണ്ടാണ് സിനിമ 50 കോടി നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ മാത്രം സിനിമ നേടിയെടുത്തത്. മറ്റൊരു സിനിമ 11 ദിവസം കൊണ്ടാണ് 50 കോടി ക്ലബിൽ ഇടം പിടിച്ചത്. നമ്മുടെ 2 സിനിമകളാണ് ആ ലിസ്റ്റിൽ കാണാൻ സാധിക്കും. ഒന്ന് നമ്മുടെ സർവമായ എന്ന് പറഞ്ഞ സിനിമ, മറ്റൊരു കന്നഡ സിനിമയാണ്. നമ്മുടെ സർവമായ സിനിമ ഓൾമോസ്റ്റ് 11 ദിവസം കൊണ്ട് നിവിൻ പോളിയുടെ സർവമായ എന്ന് പറഞ്ഞ സിനിമ 50 കോടി ക്ലബിൽ ഇടം പിടിച്ചത് നമ്മുടെ കേരള ബോക്സ് ഓഫീസില്. മറ്റൊരു സിനിമ ഞാൻ പറഞ്ഞ കന്നഡ സിനിമ നമ്മുടെ KGF എന്ന സിനിമയുടെ 2ാം ഭാഗമാണ്. ചാപ്റ്റർ 2. ഓൾമോസ്റ്റ് സിനിമയ്ക്കും 11 ദിവസമാണ് വേണ്ടി വന്നത് 50 കോടി ക്ലബിൽ കളക്ഷൻ എടുക്കാനായിട്ട്. അടുത്ത സിനിമ നമ്മുടെ തലപതി വിജയുടെ ലിയോ എന്ന സിനിമയാണ്. ലിയോ മാത്രമല്ല ലോക സിനിമയും 10 ദിവസം കൊണ്ടാണ് സിനിമ കേരള ബോക്സ് ഓഫീസിൽ മാത്രം 50 കോടി ക്ലബിൽ ഇടം പിടിച്ചത്. ലിയോ, ലോക സിനിമകള്. അടുത്ത 2 സിനിമകളാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രം 50 കോടി ക്ലബിൽ ഇടം പിടിച്ചത്. 2ഉം മലയാള സിനിമകൾ തന്നെയാണ്. വാഴ 2 എന്ന സിനിമയാണ് ആദ്യ സിനിമ. ഹാഷിർ പിള്ളേർ അഭിനയിച്ച വാഴ 2 ഓൾമോസ്റ്റ് 8 ദിവസമാണ് സിനിമയ്ക്ക് വേണ്ടി വന്നത് കേരള ബോക്സ് ഓഫീസിൽ മാത്രം 50 കോടി. മറ്റൊരു സിനിമ ഞാൻ പറഞ്ഞ പോലെ തന്നെ 8 ദിവസം കൊണ്ട് തുടരും എന്ന ലാലട്ടൻ തൊരൻമൂർത്തി സിനിമയാണ്. സിനിമയ്ക്കും 8 ദിവസമാണ് വേണ്ടി വന്നത് നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ മാത്രം 50 കോടിയിലേക്ക് കളക്ഷൻ എടുക്കാനായിട്ട്. അടുത്ത സിനിമ 6 ദിവസം കൊണ്ടാണ് 50 കോടി ക്ലബിൽ ഇടം പിടിച്ചത്. ആ ഒരു സിനിമ ഏതാണെന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഈ വർഷം പുറത്തിറങ്ങിയ ലാലട്ടൻ സിനിമയാണ്. നമ്മുടെ ദൃശ്യം എന്ന സിനിമ തന്നെയാണ്. ദൃശ്യം എന്ന സിനിമയുടെ 3ാം ഭാഗമാണ്. 6 ദിവസം കൊണ്ട് സിനിമ കേരള ബോക്സ് ഓഫീസിന് 50 കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് 50 കോടി ക്ലബിൽ ഇടം പിടിച്ച ഒറ്റൊരു ലാലട്ടൻ സിനിമയാണ്, അല്ലെങ്കിൽ ഒറ്റൊരു മലയാള സിനിമയാണ് അല്ലെങ്കിൽ കേരള ബോക്സ് ഓഫീസിലുള്ളത് നമ്മുടെ എമ്പുരാൻ എന്ന സിനിമയാണ്. 5 ദിവസം കൊണ്ടാണ് കേരള ബോക്സ് ഓഫീസിന് മാത്രം സിനിമയ്ക്ക് 50 കോടി ക്ലബിൽ ഇടം പിടിക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ വേഗത്തിൽ 50 കോടി ക്ലബിൽ ഇടം പിടിക്കാൻ പറ്റിയത് കേരള ബോക്സ് ഓഫീസില്. ഇത്രയും സിനിമകളാണ് നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ഇപ്പൊ നിലവിൽ ഇതുവരെയുള്ള ടൈം ലൈനിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് 50 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമകൾ, അന്യഭാഷയാണെങ്കിലും കേരളത്തിലെ സിനിമയാണെങ്കിലും. എന്തെങ്കിലും കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ടും ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോസ് ചാനൽ കാത്തിരിക്കുന്നത് ചെയ്യുക കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ട്.